ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പക്ഷേ 10 വർഷങ്ങൾക്ക് ശേഷം നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസും ആ കുടുംബത്തിലെ മറ്റ് സ്വത്തുക്കളും എല്ലാം ചതിയിലൂടെ എന്റെ കക്ഷിയുടെ അച്ഛനായ സേതുമാധവന്റെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിയിട്ടാണ് ഇവർ പുതിയ കമ്പനി ഉണ്ടാക്കിയത്. ആ കമ്പനിയുടെ പേരാണ് അവന്തിക അസോസിയേറ്റ്സ്. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. എന്ത് സംശയം? കോടതി ഉത്തരവ് അവർക്ക് അനുകൂലമായാൽ നിയമപരമായി ഇതവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരില്ലേ? അങ്ങനെയൊന്നും സംഭവിക്കില്ല. കേസ് നമ്മൾ തന്നെ ജയിക്കും. ജയിക്കണം. വെറുതെ അല്ല ചോദിച്ച കാശ് എന്ന് വക്കീലിനെ വെച്ചിരിക്കുന്നത്. നമ്മൾ എന്തൊക്കെ വാദിച്ചാലും എന്തെല്ലാം തെളിവുകൾ നിരത്തിയാലും വിധി എഴുതുന്നത് ജഡ്ജിയുടെ വിവേചന അധികാരമാ. ചിലപ്പോ വിധി നമുക്കെതിരായിട്ടും വന്നേക്കാം. അങ്ങനെ എന്തേലും വന്നാ അപ്പീല് പോണം. സിവിൽ കോടതി മുതൽ സുപ്രീം കോടതി വരെ കോടതികൾ ഇങ്ങനെ കിടക്കല്ലേ വക്കീലെ? അതൊന്നും വേണ്ടി വരില്ല. ഈ കേസിൽ നമ്മുടെ വാദങ്ങളെ തൊടാൻ പോലും അഡ്വക്കേറ്റ് ആരതിക്ക് കഴിയില്ല. എന്തായാലും നാളെ കോടതിയിൽ അവൾ എന്ത് മലമറിക്കുന്നൊന്ന് കാണട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം. എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ഈ സ്വത്തുക്കൾ തന്റെ പേരിൽ എഴുതി വെച്ചതിനെ കുറിച്ച് ചിപ്പിമോൾക്കൊന്നും അറിയില്ലല്ലോ. ഇത്രയും കോടി രൂപയുടെ സ്വത്താണ് അഡോപ്റ്റ് ചെയ്ത കുട്ടിയുടെ പേരിൽ മേഡം എഴുതി വെച്ചിരിക്കുന്നത്. പ്രായപൂർത്തിയായി കഴിഞ്ഞ് ആ കുട്ടി മറിച്ചെന്തെങ്കിലും ചിന്തിച്ചാലോ? അങ്ങനെയൊന്നും സംഭവിക്കില്ല. എന്റെ മോളെ എനിക്കറിയാം. അവള് ഞാൻ പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യില്ല. വക്കീല് കോടതിയിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി. ഈ കാര്യം എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ മേഡം. ശരി, ഞാൻ നാളെ വിളിക്കാം. ശരി. അല്ല മാഡം, വക്കീൽ പറഞ്ഞതിലും കാര്യമുണ്ട്. മൂർത്തി, ദത്തെടുത്തതാണെങ്കിലും അവൾ എന്റെ സ്വന്തം മോളാ. ഭാവിയിൽ എന്റെ സ്വത്തുക്കളെല്ലാം നോക്കി നടത്തേണ്ടതും അവള് തന്നെയല്ലേ? അതെ, അതൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും ഇതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് നമ്മളിപ്പോ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല മൂർത്തി. അവളുടെ കാര്യത്തെക്കാളും ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോടതിയിലെ കാര്യമാ. നാളെ അഡ്വക്കേറ്റ് ആരതി എന്നെ വിസ്തരിക്കാൻ എന്തായാലും കോടതി കയറ്റി നിർത്തുമല്ലോ. ബാക്കി കാര്യം ഞാൻ ഏറ്റു. വാദം തുടങ്ങാം. യുവർ ഓണർ, സാക്ഷി വിസ്തരിക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം അവതരിപ്പിക്കാൻ എനിക്ക് പെർമിഷൻ തരണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. യെസ്, പ്രൊസീഡ്. യുവർ ഓണർ, കേസ് നമ്പർ 118/2017 സിവിൽ കോടതിയിൽ നിലവിലുള്ള ഒരു കേസാണ്. ആ കേസുമായി ബന്ധപ്പെടുത്തി വേണം ഈ ക്രിമിനൽ കേസിന്റെ പശ്ചാത്തലത്തെ കാണാൻ. ഒബ്ജക്ഷൻ യുവർ ഓണർ. യെസ്. ഏതോ ഒരു സിവിൽ കോടതിയിൽ നിലവിലുള്ള ഏതോ ഒരു സിവിൽ കേസുമായി ഒരു കാരണവശാൽ ഈ കേസുമായി ബന്ധപ്പെടുത്താൻ അനുവദിക്കരുത് എന്നാണ് എന്റെ വിനീതമായ അപേക്ഷ. ആ സിവിൽ കേസും ഈ കേസും തമ്മിൽ എന്താണ് ബന്ധം? ബന്ധമുണ്ട് യുവർ ഓണർ. ആ കേസിലെ പ്രതിയും ഈ കേസിലെ പ്രതിയും ഒരാൾ തന്നെയാണ്. ആ കേസിലെ വാദിയും ഈ കേസിലെ വാദിയും ഒരാൾ തന്നെയാണ്. അന്നത്തെ സിവിൽ കേസിന് ആധാരമായ സംഭവങ്ങളുടെ പശ്ചാത്തലവും ഈ കേസും തമ്മിൽ ബന്ധമുണ്ട്. ആ കേസിൽ നിന്ന് വ്യത്യസ്തമായി ഈ കേസിനെ കാണാൻ കഴിയില്ല. ഈ കേസിലൂടെ മാത്രമേ ആ സിവിൽ കേസിന്റെ സത്യം കണ്ടെത്താൻ കഴിയൂ. യെസ്, മനസ്സിലായി. ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്. യുവർ ഓണർ, ഈ പ്രതി എന്റെ കക്ഷിയോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും കാണിച്ചിട്ടുള്ള ചതിയും വഞ്ചനയും മനസ്സിലാക്കാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് ദയ ഉണ്ടാവണമെന്ന് മാത്രമാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. എന്താണ് നിങ്ങളുടെ പേര്? എന്റെ പേര് വക്കീലിന് അറിയില്ലേ? എനിക്കങ്ങനെ നിങ്ങളെക്കുറിച്ച് പലതും അറിയാം. പക്ഷെ കോടതിക്ക് അറിയണം. പറയൂ, നിങ്ങളുടെ പേരെന്താണ്?
അവന്തിക, അതാണ് എന്റെ പേര്. നിങ്ങളും ഈ കേസിലെ വാദിയായ സച്ചിദാനന്ദന്റെ കുടുംബവും തമ്മിൽ എന്താണ് ബന്ധം? ഇപ്പോഴത്തെ ബന്ധമല്ല ഞാൻ ചോദിച്ചത്. 10 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നെല്ലിശ്ശേരി വീട്ടിൽ ആരായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ നെല്ലിശ്ശേരി വീട്ടിലെ മരുമകളായിരുന്നു. ആ വീട്ടിൽ വരുമ്പോ നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ എന്തായിരുന്നു? യുവർ ഓണർ, വാദിഭാഗം എന്തിനാണ് എന്റെ കക്ഷിയുടെ 10 വർഷം മുമ്പുള്ള സാമ്പത്തികാവസ്ഥ അന്വേഷിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യമുണ്ട് യുവർ ഓണർ. നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഉടമസ്ഥനായ സേതുമാധവന്റെ മകന്റെ ഭാര്യയായിട്ടാണ് അവന്തിക എന്ന ഈ നിൽക്കുന്ന പ്രതി ആ വീട്ടിൽ വന്നത്. ഇവരുടെ ഭർത്താവിന്റെ പേര് നന്ദൻ എന്നായിരുന്നു. സാമ്പത്തികമായി ആകെ തകർന്ന ഒരു കുടുംബത്തിൽ നിന്ന് നെല്ലിശ്ശേരിയിലേക്കുള്ള ഇവരുടെ വരവ്. പക്ഷേ 10 വർഷങ്ങൾക്ക് ശേഷം നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസും ആ കുടുംബത്തിലെ മറ്റ് സ്വത്തുക്കളും എല്ലാം ചതിയിലൂടെ എന്റെ കക്ഷിയുടെ അച്ഛനായ സേതുമാധവന്റെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിയിട്ടാണ് ഇവർ പുതിയ കമ്പനി ഉണ്ടാക്കിയത്. ആ കമ്പനിയുടെ പേരാണ് അവന്തിക അസോസിയേറ്റ്സ്. എന്ന് പറഞ്ഞാൽ അവന്തിക അസോസിയേറ്റ്സ് എന്ന സ്വന്തം കമ്പനി തുടങ്ങാൻ ഇവർ ഉപയോഗിച്ചത് നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പണമാണ്. അത് തെളിയിക്കുന്ന രേഖകളെല്ലാം ഞാൻ ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. ഒബ്ജക്ഷൻ യുവർ ഓണർ. കാര്യങ്ങൾ പറയട്ടെ വക്കീലേ. ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്. താങ്ക് യു യുവർ ഓണർ. സിവിൽ കോടതിയിൽ കിടക്കുന്ന ആ കേസിന്റെ മെറിറ്റിനെ കുറിച്ചല്ല ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. ആ പ്രോപ്പർട്ടി എഴുതി വാങ്ങുന്നതിൽ നടന്ന ചതിയെക്കുറിച്ചാണ്. എന്റെ കക്ഷിയായ സച്ചിദാനന്ദനും ഭാര്യ അർച്ചനയും കൂടി ഒരു കുഞ്ഞിനെ ദത്തെടുത്ത വിവരം നിങ്ങൾക്ക് അറിയായിരുന്നില്ലേ? അറിയായിരുന്നു. അമ്മു എന്ന ആ കുഞ്ഞിന്റെ പേരിൽ സേതുമാധവൻ മരിക്കുന്നതിന് മുമ്പ് നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ 10% ഷെയറുകളും മറ്റു ചില സ്വത്തുക്കളും എഴുതി വെച്ചത് നിങ്ങൾക്കറിയായിരുന്നോ? അത് എനിക്ക് അറിയാമോ ഇല്ലയോ? അതിന് മാത്രം ഉത്തരം പറഞ്ഞാ മതി. അറിയാം. ഒരു മൈനറുടെ പേരിൽ എഴുതി വെച്ച വിൽപത്രത്തിന്റെ സ്വത്തുക്കൾ പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ പേരിൽ സേതുമാധവൻ എഴുതി വെക്കുന്നത്? യുവർ ഓണർ, യഥാർത്ഥത്തിൽ അന്ന് നടന്ന രജിസ്ട്രേഷൻ തന്നെ ഡിസ്മിസ് ചെയ്യപ്പെടേണ്ടതാണ്.